ഈ ഫീൽഡിൽ നിന്നും ഔട്ടാവാനുള്ള അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെങ്കിലും അതിലും 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ജന്മന അതിന് കാപ്പബിൾ അല്ലെങ്കിൽ പോലും ഹാർഡ് വർക്ക് കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുമെന്നതിനുള്ള കറക്റ്റ് ഉദാഹരണം തന്നെയാണ് ഹലോ. ഇന്ന് സെപ്റ്റംബർ 7 18സും 19സും 2K കിഡ്സും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ജന്മദിനം. അതുകൊണ്ട് മാത്രമല്ല ഇന്ന് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇവിടെ പറയുന്നത്. ഞാനൊരു സിനിമ പ്രേമിയുമല്ല, ഒരു നടൻ എന്നതിലുപരി നമ്മൾ അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു കാര്യം വേണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹവും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ എത്താൻ പറ്റും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മമ്മൂക്ക. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ കണ്ണീരണിയിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വക്കീലായിരുന്ന അദ്ദേഹം തൻ്റെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് പല ഡയറക്ടേഴ്സിൻ്റെ വീടുകളിലും സെറ്റുകളിലും കയറി ഇറങ്ങി പലരെയും ചെന്ന് കാണുകയും പല സ്ഥലത്തു നിന്നും തിരസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഡബ്ബിംഗ് ചെയ്യിപ്പിക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായി തന്നെ അദ്ദേഹം മാറി. ഒരു നല്ല സിനിമ മെറ്റീരിയൽ അല്ലാതിരുന്നിട്ടും അതിനുവേണ്ട എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടാതിരുന്നിട്ട് പോലും തൻ്റെ പാഷൻ കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും കയറി വന്ന ഒരാളാണ് മമ്മൂക്ക എന്ന നടൻ. പലതവണ ഈ ഫീൽഡിൽ നിന്നും ഔട്ടാവാനുള്ള അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെങ്കിലും അതിലും 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ഗ്രാമത്തിൽ നിന്നും സിനിമാ ലോകത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഒന്നും തളർന്നില്ല. തൻ്റെ കഴിവുകൾ കൂടുതൽ നന്നാക്കിയെടുത്തു, കൂടുതൽ പരിശ്രമിച്ചു, സിനിമയെ ജീവിതമായി കണ്ടു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പതിയെ തേച്ച് മിനുക്കിയെടുത്തതാണ് എൻ്റെ അഭിനയസിദ്ധി എന്ന്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മഹാനടനെ സൃഷ്ടിച്ചത്. നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുമെന്നതിനുള്ള കറക്റ്റ് ഉദാഹരണം തന്നെയാണ് മമ്മൂക്ക. അല്ലെങ്കിൽ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ജന്മന അതിന് കാപ്പബിൾ അല്ലെങ്കിൽ പോലും ഹാർഡ് വർക്ക് കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും തീർച്ചയായും അവിടെ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഇന്ന് 74ാം പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മൂക്ക നമുക്ക് തരുന്ന ഇൻസ്പിറേഷൻ. ഒരു കാര്യം അത്രത്തോളം പ്രിയപ്പെട്ടതല്ലെങ്കിൽ അതിനോട് അത്രയും പാഷൻ ഇല്ലെങ്കിൽ 400-ലധികം സിനിമയിൽ അഭിനയിച്ച ഒരാൾക്ക് മടുപ്പ് വന്നേക്കാം. പക്ഷേ സ്റ്റിൽ അദ്ദേഹം സിനിമയും ഷൂട്ടിങ്ങുമായി തിരക്കിലാണ്, ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 തവണ മികച്ച നടനുള്ള നാഷണൽ അവാർഡ്, 7-ൽ കൂടുതൽ സംസ്ഥാന അവാർഡുകൾ, പത്മശ്രീ, എണ്ണിയാലൊടുങ്ങാത്ത മറ്റനേകം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ തൻ്റെ അസാധാരണമായ പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ജീവിതത്തിലും സിനിമയിലും ഒരേപോലെ നമ്മെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ജന്മദിനാശംസകൾ മമ്മൂക്ക.